ഓസ്കാർ കിട്ടിയ ടീമിൻ്റെ വളരെ മോശം VFX സെറ്റപ്പ് ആണെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും കംപ്ലൈൻറ്റ്. എന്താണ് ഗൈസ്? രാമായണ മൂവിയുടെ ഗ്ലിംസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇതിനെ ആദിപുരുഷ് മൂവി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അപ്പൊ എനിക്കിത് പറയാനുള്ളത് ഇതാണ്. 4000 കോടി രൂപയുടെ രാമായണം എടുത്തു വെച്ചിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്കിനി ഒരു 6 മാസം കൂടി ടൈം ഉണ്ടല്ലോ. ഈ 6 മാസത്തിനുള്ളിൽ അവരത് ഫിക്സ് ചെയ്യും. അപ്പോൾ വിചാരിക്കും എന്നാ പിന്നെ ഫുള്ള് ചെയ്തിട്ട് ഒരു ടീസർ ഇറക്കിയാൽ പോരായിരുന്നു. എന്തുകൊണ്ട് അവർ നേരത്തെ ഒരു ടീസർ ഇറക്കി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അത് അവരോട് ചോദിക്കേണ്ടി വരും എന്താ കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ വന്ന സാധനത്തിൽ ഇതിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ചിലര്. ഇതിലെ CGI വർക്കുകളാണെങ്കിൽ തന്നെ ഇതിനു മുന്നേ ഒരു ഇന്ത്യൻ പടത്തിലും ഇത്രയും CGI വർക്കുകൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കളർ ടോണിലും കളർ ഗ്രേഡിങ്ങിലും ഞാൻ കണ്ടിട്ടില്ല. ഈ 4000 കോടി മുടക്കിയിട്ട് എന്താണ് ഇത് ഇങ്ങനെ വന്നേക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. ആദ്യമേ തന്നെ ഈ പറയാല്ലേ, നിങ്ങൾ ഇത്ര കോടി മുടക്കി ഈ സാധനം ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ എന്താ ചെയ്യാ? നോർമലി ഇവര് ഇത്രയും പൈസ ഇതിന് മുടക്കിയോ എന്നൊക്കെ ആളുകൾ വേറെ ഓസ്കാർ കിട്ടിയ ടീമിൻ്റെ വളരെ മോശം VFX സെറ്റപ്പ് ആണെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും കംപ്ലൈൻറ്റ്. എന്താണ് ഗൈസ്? രാമായണ മൂവിയുടെ ഗ്ലിംസ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇതിനെ ആദിപുരുഷ് മൂവി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അപ്പൊ എനിക്കിത് പറയാനുള്ളത് ഇതാണ്. 4000 കോടി രൂപയുടെ രാമായണം എടുത്തു വെച്ചിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്കിനി ഒരു 6 മാസം കൂടി ടൈം ഉണ്ടല്ലോ. ഈ 6 മാസത്തിനുള്ളിൽ അവരത് ഫിക്സ് ചെയ്യും. അപ്പൊ വിചാരിക്കും എന്നാ പിന്നെ ഫുള്ള് ചെയ്തിട്ട് ഒരു ടീസർ ഇറക്കിയാൽ പോരായിരുന്നു. എന്തുകൊണ്ട് അവർ നേരത്തെ ഒരു ടീസർ ഇറക്കി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അത് അവരോട് ചോദിക്കേണ്ടി വരും എന്താ കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ വന്ന സാധനത്തിൽ ഇതിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ചിലര്. ഇതിലെ CGI വർക്കുകളാണെങ്കിൽ തന്നെ ഇതിനു മുന്നേ ഒരു ഇന്ത്യൻ പടത്തിലും ഇത്രയും CGI വർക്കുകൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള